ഒരുപാട് വീടുകളെല്ലാം ആ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. അങ്ങ് ചാലിയാറിൽ പല മൃതദേഹങ്ങളും ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. ചാലിയാറിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്നോളം നമ്മൾ കണ്ടിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും ആഴമേറിയത്, ഏറ്റവും വ്യാപ്തിയേറിയത്, ഭീതിതമായിട്ടുള്ളത് എന്നൊക്കെ കരുതേണ്ടി വരും ഈ ദുരന്തത്തെ. ഇതിനിടയിൽ അവിടെ ട്രീ വാലി എന്ന ഒരു റിസോർട്ടിൽ 250 പേർ കുടുങ്ങിക്കിടക്കുന്നു. നേരത്തെ ആ റിസോർട്ടിലെ മാനേജർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിൽ 2 പേർക്ക് പരിക്കുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതിനാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ ചികിത്സിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരവധി പേർ. മാത്രമല്ല മുണ്ടകയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നു. അവിടെ എന്താണ് സാഹചര്യം എന്നുള്ളത് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതേയുള്ളൂ. അപ്പോൾ അവിടുത്തെ സാഹചര്യമൊക്കെ എന്താണ് എന്നുള്ളത് ഇനിയും പുറം ലോകത്തേക്ക് അറിയാൻ കഴിയുന്നില്ല. ഫോൺ വിളിച്ചാൽ പലപ്പോഴും കണക്ട് ആവുന്നില്ല, പലരെയും കിട്ടുന്നില്ല. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ നേരിടുന്നത്. അടിയന്തര ഇടപെടലാണ് നടക്കുന്നത് എങ്കിൽ പോലും ഇനിയും കൂടുതൽ രക്ഷാദൌത്യം അത് നടത്തിയേ മതിയാകൂ. നടക്കേണ്ട സാഹചര്യമുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തേണ്ടതുണ്ട്. രാവിലെ തന്നെ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ആ രക്ഷാദൌത്യം ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൌത്യമായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മേപ്പാടിയിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റ ആളുകളുള്ളത്. അവിടെ ഏതാണ്ട് 70-ലേറെ പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടെ മുണ്ടകൈക്ക് 2 കിലോമീറ്റർ അകലെ അവിടെ അട്ടമല എന്നൊരു സ്ഥലമുണ്ട്. അട്ടമലയിൽ 6 മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ള വിവരമൊക്കെ പങ്കുവെക്കുന്നു പലരും. മുണ്ടക്കൈ പുഴ ഒഴുകിയെത്തുന്ന വഴി അത് ചാലിയാറിലേക്കാണ് മുണ്ടക്കൈ പുഴ ഒഴുകിയെത്തുന്നത്. ഇവിടെ ഈ ചൂരൽമലയിലെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച ഒഡീഷക്കാരായിട്ടുള്ള 2 ഡോക്ടേഴ്സിനെ കാണാനില്ല എന്നുള്ളതാണ്. നേരത്തെ അവരുടെ സുഹൃത്ത് സുജിത്താണ് നമ്മളെ വിളിച്ചത്, ഡോക്ടർ വിഷ്ണു പ്രസാദ്, ഒപ്പം വിഷ്ണുവിന്റെ പത്നി പ്രിയദർശിനി. ഇരുവരെയും കാണാനില്ല എന്നുള്ള വിവരമുണ്ട്. ഇതിനിടെ മറ്റൊരു വനിതാ ഡോക്ടറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നവർക്ക് വിവരങ്ങൾ പങ്കുവെക്കണം. സ്ക്രീനിൽ നമ്പറുണ്ട്, നമുക്ക്